അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈവിഷത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കൈവിഷം വയറിൽ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അത് ഛർദ്ദിക്കുന്ന സ്ഥലം എവിടെയാണ് ഉള്ളത് എന്ന് അറിയാതെ പല ആളുകളും വിഷമിച്ചിരിക്കുകയാണ്. കുറേ ആളുകൾക്ക് ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും കൈവിഷം എന്ന ആ ഒരു സംഭവം അത് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നും തീരെ പോകുന്നില്ല. അതുപോലെ അസുഖം തീരെ വിട്ടുമാറുന്നില്ല. എവിടെ പോയാലും അത് ശരിയാകുന്നില്ല. എന്നും വയറിന് പ്രശ്നമാണ്. ഇങ്ങനെ പല ആളുകളും വിഷമിച്ചിരിക്കുകയാണ്. മാനസിക പ്രയാസം കൊണ്ട് ഒരുപാട് അനുഭവിക്കുന്ന ഒന്നാണ് കൈവിഷം. കൈവിഷം വയറിനുള്ളിൽ ഉണ്ടായാൽ നമുക്കൊരുപാട് അസുഖങ്ങൾ വന്നേക്കും. പക്ഷേ ഹോസ്പിറ്റലിൽ പോയാൽ അതിന് സ്കാനിങ് എടുത്താൽ വൈറസ് സംബന്ധമായ ഒരുപാട് രോഗങ്ങളുണ്ടാകും. സ്കാനിങ് എടുത്താൽ ഒരു പ്രശ്നമുണ്ടാവുകയില്ല. അപ്പൻഡിക്സ് എന്ന് വിചാരിച്ച് നമ്മൾ സ്കാനിങ് എടുക്കും, പക്ഷേ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവുകയില്ല. അതുപോലെ കൈവിഷം ഉള്ളിൽ ചെന്നാൽ നമ്മൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വിട്ടുമാറാത്ത തലവേദന, ഉറക്കില്ലായ്മ, എന്നും വയറുവേദന, വയറിനുള്ളിൽ എന്നും ഒരു പുകച്ചിൽ, നെഞ്ചിരിച്ചിൽ, അതുപോലെ കുടലിറക്കം, കുടലിങ്ങനെ താഴേക്കിറങ്ങുന്നത് പോലെയാവുക, അതുപോലെ എന്നും ടെൻഷൻ, ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, ദേഷ്യം വരിക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങുക, എന്നും തർക്കം, കുട്ടികളോടുള്ള വൈരാഗ്യം, കുട്ടികളെ സ്നേഹിക്കാൻ തോന്നുകയില്ല, സ്നേഹം അവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല, ഭാര്യക്കാണെങ്കിലും സ്നേഹം കൊടുക്കാൻ പറ്റുകയില്ല, എല്ലാവരോടും ദേഷ്യപ്പെടുന്നൊരു സ്വഭാവം, ഒരു വൃത്തികെട്ട ഒരു സ്വഭാവം, എന്നും ടെൻഷനായിട്ടിരിക്കുക, ജോലിക്ക് പോകാൻ മടി, അതുപോലെ ഒരു ദിവസം കൈകടച്ചിൽ, പിന്നൊരു ദിവസം അല്ലെങ്കിൽ മുട്ടുവേദന, അല്ലെങ്കിൽ വേറെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും വേദനകൾ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കുക, മാറിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കൈവിഷം കാരണം വന്നേക്കും. അതുപോലെ ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാ കാര്യത്തിൽ തടസ്സങ്ങൾ, ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും, ആ കാര്യം പൂർത്തിയാകാത്ത വീട്ടിലേക്ക് ടെൻഷനായി വരിക. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുണ്ടാകും കൈവിഷം വയറ്റിനുള്ളിലുണ്ടായാൽ. പക്ഷെ അത് എവിടെ പോയി ചികിത്സിക്കണമെന്നറിയുന്നില്ല. എവിടെ പോയാലും അത് മാറ്റിയെടുക്കാനും പറ്റുന്നില്ല. ഇനി എന്താണ് ചെയ്യുക? എത്ര കൈവിഷം ഛർദ്ദിച്ചു, എത്ര മലശോധനയിലൂടെ പുറത്തുപോയി, എന്നാലും കൈവിഷം പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത പകച്ചു നിൽക്കുകയാണ് ചില ആളുകൾ. ഇന്ന് ഒരുപാട് ആളുകൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ, ഇനി വാക്ക് തർക്കമുണ്ടായാൽ അവർ കൈകൊണ്ട് ഒന്നും നമ്മൾ അടിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ചെയ്യുന്നത് എന്താണ്? നേരെ പോകും അന്യമതസ്ഥരുടെ അടുത്തേക്ക്, എന്നിട്ട് അറിയാതെ അവരോട് ഭസ്മം വാങ്ങി കൈവിഷമെന്ന് പറഞ്ഞ ആ സംഭവം ഒരു ഭക്ഷണത്തിൽ ഇട്ട് നമുക്ക് ചായയിലോ കാപ്പിയിലോ അല്ലെങ്കിൽ സർബത്തിലോ ഭക്ഷണ പദാർത്ഥങ്ങളിലോ ഇട്ട് അത് നമ്മളെ കൊണ്ട് കുടിപ്പിച്ചാലോ അത് കഴിപ്പിച്ചാലോ അത് ശരീരത്തിൻ്റെ ഉള്ളിൽ പോയാൽ പിന്നെ തുടങ്ങി. ഇതാണ് കൈവിഷം എന്ന് പറയുന്നത്. ഇത് വിശ്വസിക്കാത്ത കുറേ ആളുകളുണ്ടാകും, പക്ഷേ അനുഭവിക്കുന്ന ആൾക്ക് മാത്രമേ ഇതറിയുകയുള്ളൂ. അതുകൊണ്ട് അത് എല്ലാവരും വിശ്വസിക്കുന്നൊരു കാര്യമാണ്. വിശ്വസിക്കാത്തവർ വിശ്വസിക്കുകയില്ല, പക്ഷെ അനുഭവിച്ചവർക്ക് അത് തിരിച്ചറിയും. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എത്ര ഹോസ്പിറ്റലിൽ പോയാലും ഇനി എന്തെന്ത് സ്കാനിങ് എടുത്താലും അത് മാറാതിരിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഇത് കൈവിഷം തന്നെ. ഇത് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്കും പിടുത്തം കിട്ടുന്നില്ല, ഒരു തങ്ങന്മാർക്കും പിടുത്തം കിട്ടുന്നില്ല, ഒരു വൈദ്യർക്കും പിടുത്തം കിട്ടുന്നില്ല. എത്രയോ മരുന്ന് കഴിച്ച് അത് ശരീരത്തിലേക്ക് അറിയുന്നേയില്ല, പിടിക്കുന്നേയില്ല. പാറക്ക് വെള്ളയിച്ച മാതിരി അത് ഉള്ളിലേക്ക് എത്തുന്നില്ല, പുറമെ നിന്നിങ്ങനെ ഒഴുകിപ്പോകുന്നതല്ലാതെ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു മരുന്നും ഫലിക്കുന്നില്ല. ഇത് കൈവിഷമായിരിക്കും എന്ന് അവർക്ക് തോന്നും. അപ്പോൾ അനുഭവത്തിലാണത് പാഠം. മറ്റുള്ളവർ എന്തൊക്കെയോ പറയും, അന്ധവിശ്വാസം എന്ന് പറയും, പക്ഷേ അവർക്കത് അനുഭവിച്ചാൽ അവർക്കും മനസ്സിലാക്കാൻ പറ്റും, ഇത് ശരി തന്നെ, ഇത് കൈവിഷമായിരിക്കും എന്ന് അനുഭവത്തിലൂടെയാണ് മനസ്സിലാകാറ്. പക്ഷേ അത് ഛർദ്ദിക്കുന്ന ഒരു സ്ഥലം
ഉണ്ട്. അത് എവിടെയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നതാണ്. ഇപ്പോൾ കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന വഴി തെക്കോട് മംഗലാപുരം എത്തുന്നതിന് കുറച്ച് മുമ്പ് തെക്കോട് എന്ന ജംഗ്ഷനിൽ ഇറങ്ങുക. അവിടെ നിന്ന് ദാർലക്കട്ട വഴി പോകുന്ന ആ റൂട്ട് മുടിപ്പ് എന്ന് പറയുന്ന സ്ഥലമാണിത്. മുടിപ്പിലേക്ക് ബസ് കയറുക. തെക്കോട് ഇറങ്ങി മുടിപ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ബസ് കയറുക. അവിടെ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ടാകും. മുടിപ്പിൽ ബസ് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മോദി മാർപ്പാടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പിന്നൊരു ബസ്സിൽ കയറുക. മോദി മാർപ്പാടു എന്ന് പറയുന്ന സ്ഥലത്ത് മോദി മാർപ്പാടിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ആരോട് ചോദിച്ചാലും പറയും കൈവിഷം ഛർദ്ദിക്കുന്ന ഒരു ഉസ്താദിൻ്റെ വീട് എവിടെയെന്ന് വെച്ചാൽ ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. അവിടെ എത്തിയാൽ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒരുപാട് ആളുകൾ കൈവിഷം ഛർദ്ദിക്കാൻ വേണ്ടി അവിടെ എത്തിയത് നമുക്ക് കാണാം. അവിടെ നിന്നും അവർ പോയ ഉടനെ അവർ ഒരു 4-5 ഗ്ലാസ് മരുന്ന് അവർ കുടിക്കാൻ തരും. അത് നമ്മൾ വെറും വയറ്റിൽ നമ്മൾ അവിടത്തേക്ക് പോകണം. വെറും വയറ്റിൽ പോകണം. വെറും വയറ്റിൽ പോയതിന് ശേഷം അവിടെ നിന്ന് അവർ തരുന്ന മരുന്ന് കഴിച്ച് ഒരു അരമണിക്കൂർ നമ്മൾ കൈയും വീശി നടക്കുക. നടന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെയും അവർ വെള്ളം കുടിക്കാൻ തരും. അത് കുടിക്കുന്ന സമയത്ത് അവർ ഛർദ്ദിക്കുമ്പോൾ നമ്മൾ ശരീരത്തിലുണ്ടാകുന്ന ആ കൈവിഷമാണ് നമ്മൾ ഛർദ്ദിക്കുന്നത്. അപ്പോൾ ഛർദ്ദിക്കുമ്പോൾ എന്തിലാണ് കൈവിഷം തന്നത് ആ സാധനമാണ് അവർ ഛർദ്ദിക്കുക. ഇനി ഈത്തപ്പഴത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ന്യൂഡിൽസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഐസ്ക്രീമിലാണെങ്കിൽ, അല്ലെങ്കിൽ പഴത്തിലാണെങ്കിൽ, മുട്ടയിലാണെങ്കിൽ, നെയ്ച്ചോറിൽ, ബിരിയാണിയിലാണെങ്കിൽ, എന്തൊരു സാധനമാണെങ്കിൽ ആ സാധനം അവിടെ നിന്ന് ഛർദ്ദിക്കും. ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പരിചയപ്പെടുത്തി തന്നത്. ഇറങ്ങേണ്ട സ്ഥലം തെക്കോടാണ്. മംഗലാപുരത്തേക്ക് കുറച്ച് മുമ്പ് തെക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നിന്നും മുടിപ്പ് എന്ന സ്ഥലത്തേക്ക് ബസ് കയറി മുടിപ്പിൽ ഇറങ്ങിയതിന് ശേഷം മോദി മാർപ്പാടുവിലേക്ക് ബസ് കയറുക. അവിടെ ഇറങ്ങി കൈവിഷം ഛർദ്ദിക്കുന്ന സ്ഥലം ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. ആർക്കെങ്കിലും ഒരു ഇങ്ങനെയുള്ള വിഷമത്തിൽ കഴിയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ തയ്യാറാക്കാൻ കാരണം. ഇതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് ഈ വീഡിയോ എത്തണം. അവർക്ക് ഇതിലൂടെ ഒരു ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ. പക്ഷേ ഒരു ദിവസം പോയി ഛർദ്ദിച്ച് നിങ്ങൾക്ക് ഇനി ഫലം കിട്ടിയില്ല എങ്കിൽ 2-3 പ്രാവശ്യമെങ്കിലും അവിടേക്ക് പോകേണ്ടി വരും. കുറച്ച് കഷ്ടമുണ്ട് ഛർദ്ദിക്കാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി നിങ്ങൾ നോക്കുക. ഒരു പക്ഷേ അതിലായിരിക്കും നിങ്ങൾക്ക് ഫലം കിട്ടുന്നത്. അല്ലാഹു തആല ഇങ്ങനെ വിഷമിക്കുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സുഖമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.